3 ദിവസത്തെ അവസാന ദിവസം അയോധ്യയിൽ നിന്നും രാവിലെ ലക്നൌവിലേക്ക് പുറപ്പെട്ടു. ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് രാത്രി 7 മണിക്കായിരുന്നു. അതുകൊണ്ട് ലക്നൌവിലുള്ള ക്ലോക്ക് ടവറും ബാര ഇമംബരയും കാണാൻ പോയി. നല്ല വീതിയും വൃത്തിയുമുള്ള റോഡുകളാണ് ലക്നൌവിൽ. ഇതാണ് ഇമംബര ബസ് സ്റ്റോപ്പ്. കുറച്ചു മുൻപിൽ പോയാൽ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഒരു ഗൈഡ് വന്നു. 100 രൂപ തന്നാൽ മതി, സ്ഥലങ്ങൾ കാണിക്കാം എന്ന് പറഞ്ഞ് ഗൈഡ് ഞങ്ങളെ ടുക്കുടുക്കുയിൽ കയറ്റി ക്ലോക്ക് ടവർ കാണിക്കാൻ കൊണ്ടുപോയി. ഈ കാണുന്ന റൂമി ദർവാസ് മഹലിൻ്റെ ഡിസൈൻ തിരിച്ചിട്ടാൽ നമ്മുടെ ചുരിദാർ ടോപ്പിൽ കാണുന്ന ചിക്കൻ കറി വർക്ക് എന്നാണ് ഗൈഡ് പറഞ്ഞു തന്നത്. ഞങ്ങൾ ക്ലോക്ക് ടവർ കാണാനാണ് പോയത്. സമ്പന്നമായ പൈതൃകവും സങ്കീർണമായ സൗന്ദര്യവുമുള്ള ലക്നൌവിലെ പ്രശസ്തമായ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പ്രസിദ്ധമായ ഹുസൈനാബാദ് ക്ലോക്ക് ടവർ. യുണൈറ്റഡ് പ്രൊവിൻസസ് ഓഫ് ഔദിൻ്റെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായ സർ ജോർജ് കൂപ്പറിൻ്റെ സ്മരണയ്ക്കായി ക്ലോക്ക് ടവർ നിർമ്മിച്ചത്. ബ്രിട്ടീഷ് വാസ്തുശില്പിയായ റോസ്കൽ പെയിനാണ് ക്ലോക്ക് ടവർ രൂപകൽപ്പന ചെയ്തത്. ഇതിൻ്റെ നിർമ്മാണം ലക്നൗ ആസ്ഥാനമായുള്ള കോൺട്രാക്ടറായ ഖാൻ ബഹാദൂർ മിർസ ജാൻ ആണ് നിർവഹിച്ചത്. ക്ലോക്ക് ടവറിൻ്റെ വാസ്തുവിദ്യ മുഗൾ വിക്ടോറിയൻ ശൈലികളുടെ മനോഹരമായ മിശ്രിതമാണ്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് കാണുന്നതാണ് സ്റ്റെപ്പ് വെൽ. ഗോപുരത്തിന് 221 അടി ഉയരവും 13 അടി അതായത് 4 മീറ്റർ വ്യാസവുമുണ്ട്. ഇത് ചുമന്ന ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന കൊട്ടാരമാണ് സത്കണ്ട കൊട്ടാരം. ഇതിൻ്റെ അർത്ഥം 7 നിലകൾ ഉള്ളത് എന്നാണ്. ഈ ടവർ ഒരിക്കലും പേരിന് അനുസൃതമായി നിലകൊള്ളില്ല, കാരണം 4 നിലയായപ്പോൾ നിർമ്മാണം നിർത്തിവെച്ചു. ഇനി ഞങ്ങളെ ഒരു ചുരിദാർ ഷോപ്പിലും കൊണ്ടുപോയി വീണ്ടും ഇമംബര സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു. എന്നിട്ട് 100 രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് ഇമംബര കാണാൻ പോകുന്നവർ ഓതറൈസ് ഗൈഡിനെ വെക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പറ്റിക്കപ്പെടും. പിന്നെ ഞങ്ങൾ ഓതറൈസ് ഗൈഡിനെ വെച്ച് ഇമംബര കാണാൻ പോയി. ഇത് കാണാൻ ഇന്ത്യക്കാർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ്. വിദേശികൾക്ക് 500 രൂപയുമാണ്. ഇതിൽ ബഡ ഇമംബര, ചോട്ട ഇമംബര, ഷാഹി ഹമാം ഉൾപ്പെടെ ഉള്ളതാണ്. ഈ ഇമംബര പള്ളിയോ ശവകുടീരമോ അല്ല. ഇതിൻ്റെ സമയം തിങ്കളാഴ്ച അവധിയാണ്. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ 6 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്.
ലക്നൗ നഗരത്തിലെ പ്രശസ്തമായ കെട്ടിടങ്ങളിൽ ഒന്നും ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് ബഡാ ഇമംബര. ബഡാ ഇമംബര മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഇത് നിർമ്മിക്കാൻ ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. ചെരുപ്പിടാതെ വേണം അകത്ത് കാണാൻ പോകാൻ. അകം കാണാൻ ഒരു ഗൈഡിന്റെ സഹായം ആവശ്യമാണ്. ലൗബരി ഇഷ്ടികകൾ കൊണ്ടാണ് ഇമംബര നിർമ്മിച്ചിരിക്കുന്നത്. മുകൾ നിലയിലൂടെ കടന്നുപോകുന്ന ഇടുങ്ങിയ പാതകളുടെ വിചിത്രമായ ലാംബിരിന്തും, അതായത് കോംപ്ലിക്കേറ്റഡ് പാസേജ് വളവുകളും യഥാർത്ഥ ഷോ സ്റ്റോപ്പറുകളാണ്. ഇതിനെ ബുൽബുലയ്യ പാസേജ് എന്നറിയപ്പെടുന്നു. ബുൽബുലയ്യ കാണാൻ പോകുമ്പോൾ വ്യക്തമായി കാണാൻ ഒരു ടോർച്ചോ മൊബൈൽ ഫ്ലാഷ് ലൈറ്റോ കൊണ്ടുപോകണം. ബുൽബുലയ്യ എന്ന് വിളിക്കപ്പെടുന്ന അതിമനോഹരമായ ശൈലിക്ക് ഇമംബര പ്രശസ്തമാണ്. മുകളിൽ കയറി പോകുമ്പോൾ ചെറിയ തുരങ്കങ്ങൾ ധാരാളമായി കാണും. അത് അവസാനിക്കുന്നത് മുകളിൽ കാണുന്ന ഒരു ഹാളിലേക്കാണ്. മുകളിലേക്ക് കടക്കുവാൻ 1024 വഴികളുണ്ട്. എന്നാൽ അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ 2 വഴികൾ മാത്രം. അതുകൊണ്ടാണ് ഗൈഡ് ഇല്ലാതെ പോയാൽ നമുക്ക് വഴി തെറ്റും. ബുൽബുലയിൽ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ഗൈഡിനെ നിയമിക്കുക. 1784 അവധിലെ 4ാമത്തെ നവാബായിരുന്ന നവാബ് അസഫ് ഉദ് ദൗളയാണ് ഇമംബരയുടെ നിർമ്മാണം തുടങ്ങിയത്. ഇത് പൂർത്തിയാക്കാൻ 14 വർഷം എടുത്തു. അക്കാലത്ത് കാണുന്ന ഈ നിർമ്മിതിക്ക് 10 ലക്ഷം രൂപയാണ് ചെലവായത്. അവധ് മേഖലയെ ഒരു ദുരന്തം സാരമായി ബാധിച്ചപ്പോൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ സ്മാരകം സ്ഥാപിക്കുന്നതിന്റെ ലക്ഷ്യം. വിനാശകരമായ ക്ഷാമം തന്റെ പട്ടിണി കിടക്കുന്ന പ്രജകൾക്ക് ജോലിയും ഭക്ഷണവും നൽകാനുള്ള ഈ തന്ത്രം ആവിഷ്കരിക്കാൻ നവാബിനെ പ്രേരിപ്പിച്ചു. നവാബിന്റെ ജനങ്ങളോടുള്ള സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ഫലമാണ് ഇമംബര. ഇവിടെ നിന്ന് നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാം. ഏറ്റവും ആദരണീയനായ വാസ്തുശില്പി ഹാഫിസ് ഹിഫായത്ത് ഉളയാണ് ഇത് നിർമ്മിച്ചത്. ഇനി ഞങ്ങൾക്ക് എയറോഡ്രോമിൽ എത്താനുള്ള സമയമായി. അതുകൊണ്ട് ലക്നൗ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.